ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനായി ആവശ്യമുള്ള സാധനങ്ങൾ: ഒരു ഗ്ലാസ് അരിപ്പൊടി, 2 മുട്ട. ഇനി ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ച് എമൗണ്ടിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എമൗണ്ട് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ 2 ഗ്ലാസ് ആണെങ്കിൽ 4 മുട്ട എന്നുള്ള കണക്കിന് എടുത്താൽ മതി. ഇത് ഒരു അച്ചപ്പൊക്കെ ഉണ്ടാക്കുന്ന അതേ റെസിപ്പി തന്നെയാണ്. അപ്പോൾ അച്ചുള്ളവർക്ക് അച്ചപ്പായിട്ട് ഈ റെസിപ്പി എടുക്കാം. ഇനി അടുത്തായിട്ട് ഇടുന്നത് കുറച്ച് ഉപ്പാണ്. ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഇട്ട് കൊടുക്കുന്നത് പഞ്ചസാരയാണ്. അപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എനിക്ക് ആവശ്യം വന്നത്. അപ്പോൾ മധുരം കുറവ് മതി എന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താലും മതി. പക്ഷെ മധുരം കുറച്ച് ഉള്ളതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടിയും ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ആഡ് ചെയ്യുന്നത് എള്ളാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ എള്ളും 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അച്ചപ്പത്തിൻ്റെ റെസിപ്പി പോലെ തന്നെയാണെന്ന്. അപ്പോൾ അച്ചപ്പത്തിൻ്റെ അച്ചുള്ളവർക്ക് ഈസി ആയിട്ട് ഇതേ രീതിയിൽ അച്ചപ്പം തയ്യാറാക്കാവുന്നതാണ്. ഞാനിവിടെ ഓയിൽ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിച്ചെണ്ണയാണ് കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഒരു സ്പൂൺ എടുത്തിട്ട് ഒരു സ്പൂണിൽ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ആദ്യമായിട്ട് ഒഴിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്പ്രെഡായി പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്കതൊരു ഷേപ്പിലായിട്ട് വട്ടത്തിൽ ചുറ്റി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമുക്കൊന്ന് ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പതപതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിയലും വേഗം തന്നെ തീർന്നു കേട്ടോ. കാരണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഏത് പ്രായക്കാർക്കും ഇഷ്ടമാവുന്ന വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് മാറ്റി വെച്ചതാണ്. ബാക്കിയൊക്കെ തീർന്നു പോയി. പിന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ വേഗം തന്നെ ഇത് തീരും ചെയ്തു. അപ്പോൾ നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. അച്ചപ്പൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയെടുക്കാം. അച്ചില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, ഇങ്ങനെയും അച്ചപ്പം പോലെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അതിൻ്റെ അഭിപ്രായം ഒന്ന് കമൻറ്റായി അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരേക്കും ബൈ, ടേക്ക് കെയർ. ഇറ്റ്സ് മീ ഷിൻസ ഹരീഷ്.